ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ നിങ്ങളൊരു ഫോർട്ട് ഫിഗോ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഇച്ചിരി മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് എന്തോരം ക്ലിയർ ആവുമെന്നൊന്നും എനിക്ക് ശരിക്കും വ്യക്തമാകുന്നില്ല. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഞാനൊരു 7 മാസം മുമ്പ് ഞാൻ വാങ്ങിച്ച ഒരു ഫോർട്ട് ഫിഗോ ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. ഇത് ടൈറ്റാനിയം അല്ല, നോർമൽ ഫോർട്ട് ഫിഗോ ആണ് വരുന്നത്. അപ്പം ഇതിന് ഞാൻ ഓടിച്ചൊരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു മിസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫീൽ ചെയ്യുന്നത്, ഒരു അത്യാവശ്യം കാല് കൊടുക്കുമ്പോഴത്തേനും കറക്റ്റ് റെസ്പോൺസിബിൾ ആ ഒരു സ്പീഡ് കയറുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പവർ കിട്ടുന്നില്ലാത്ത ഒരു ഫീലൊക്കെ തോന്നി. അപ്പം അതെന്തുകൊണ്ടാണ് കാരണം എന്ന് ഞാനൊന്ന് അതിന് വർക്ക്ഷോപ്പിൽ പോയി ചോദിച്ചപ്പോഴത്തേനും 2 കാരണമുണ്ട്. ഒന്ന് ഇഞ്ചക്ടറിൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഒരു കേസുണ്ട്. ഇഞ്ചക്ടറിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ അവിടെ ഒരു ചെറിയൊരു വാർണിംഗ് കാണിക്കേണ്ട, ആ വാർണിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സിന് സന്തോഷമായി. ഇഞ്ചക്ടറിൻ്റെ അല്ല, നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ആണെന്ന് ഓർത്ത് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ നിന്ന് എയർ ഫിൽറ്ററും കാര്യമുള്ള അയച്ചു നോക്കിയപ്പോഴത്തേനും എനിക്ക് കാര്യം മനസ്സിലായി ഇതെന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പം ഞാനും ഇതൊന്നും നിങ്ങൾക്ക് പകുതി പേർക്ക് ഈ ഫോർഡിൻ്റെ കേസ് അല്ലെങ്കിൽ അറിയുന്നവരുണ്ട്, അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അറിയാത്തവർക്കായിട്ട് ഇതിൻ്റെ എയർ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് എയർ ഫിൽറ്റർ എയർ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് എവിടെയായിട്ടാണ് ഇരിക്കുന്നതെന്നും ഉള്ളതെല്ലാം ഉള്ള ഒരു ചെറിയൊരു. അപ്പം വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയി ഗൈസ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇതിൻ്റെ നമ്മൾ ബോണറ്റും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാൻഡിൽ നിർത്തിയേക്കുക. ഇനി നമുക്കതിൻ്റെ എയർ ഫിൽറ്റർ അഴിക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു ടൂൾ ഇതാട്ടോ, സ്ക്രൂ ഡ്രൈവർ. പക്ഷേ ഇതിൻ്റെ അകത്തെ ടൂളിന് ഈ ഒരു ഗ്രിപ്പാണ് വരുന്നത്. പക്ഷേ ഇതും കൊണ്ട് നമുക്ക് ഇത് ഒരിക്കലും മിഷൻ ടൈറ്റും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട്, ഇത് വലിയ രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൈനസിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ഇതിൻ്റെ ത്രെഡ് പോകാതെ ഇതിൻ്റെ ആ കൃത്യം ഗ്യാപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കണ്ടോ, നമുക്ക് നല്ല സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഇതാണ് എയർ ഫിൽറ്ററിൻ്റെ ഒരു ബോക്സ് വരുന്നത്. അപ്പം 1 2 ഇവിടെ ഒരു 3 ഇതാ സ്ക്രൂ ആട്ടോ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 3 എണ്ണം അഴിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്റർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഫസ്റ്റിലൊന്ന് അഴിക്കാം. ഗൈസ്, അപ്പം നമ്മൾ ഇതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി ഇതിൻ്റെ 3 സ്ക്രൂ നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടുന്ന് നമുക്ക് പയ്യെ പൊക്കിയെടുത്തിട്ട് ഇത് ഇങ്ങോട്ട് വലിക്കണം. അതായത് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഈ സാധനം ഇങ്ങോട്ട് വലിക്കുമ്പോഴത്തേനും നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഈ ഒരു ക്യാപ്പ് നമുക്ക് ഊരി കിട്ടും. ഇത് നമുക്ക് ഇങ്ങോട്ടും അത് പോകേണ്ട രീതിയിൽ നമുക്ക് അങ്ങോട്ട് വെക്കാം. ഇതാണ് ഗൈസ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. ഇതാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ നേരത്തും നമുക്ക് വലിവ് കിട്ടാത്തതിൻ്റെയും, പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി നമുക്ക് വലിക്കാത്തതിൻ്റെയും ഒരു പവർ കിട്ടാത്തതിൻ്റെയൊക്കെ മെയിൻ കാരണം ഈ ഒരു എയർ ഫിൽറ്ററാണ് ഗൈസ്. ഇതിൻ്റെ കോലം കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഈ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതിങ്ങനെയല്ല ഈ എയർ ഫിൽറ്റർ ഇരിക്കേണ്ടത്. ഇതുണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തവും ഇതുപോലെ ചെളി കയറി പൊടി കയറിയൊക്കെ അടഞ്ഞ്, പിന്നെ ഇവിടെ നിന്ന് ഇത് പൊട്ടി ഇങ്ങനെയൊക്കെ വന്ന് ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഈ എയർ ഫിൽറ്റർ ഫുള്ള് നമ്മുടെ ഇത് പോയതാണ്. ഇനി ഇത് ചേഞ്ച് ചെയ്യണം. ഇതിൻ്റെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഈ ഒരു എയർ ഫിൽറ്റർ കണ്ടില്ലേ, ഈ ഒരു എയർ ഫിൽറ്റർ നമുക്ക് ബൂട്ട്മോ എന്ന് പറയുന്ന ആപ്പിൽ നിന്നും വെറും 307 രൂപയ്ക്ക് വിത്ത് ഡെലിവറി ഫീസും കൂടെ വരും. 307 രൂപയ്ക്ക് നമുക്ക് നമുക്ക് ഈ എയർ ഫിൽറ്റർ മേടിച്ചിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. അപ്പം ഇത് മേടിക്കുന്നതിന് ഏതാണ്ട് 307, പിന്നെ നമുക്ക് ഇത് ഇപ്പോൾ ഒരു ഷോറൂമിൽ കൂടെ കൊടുത്ത് ഇത് സർവീസ് കോസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ പണിക്കൂലിയും കാര്യങ്ങളെല്ലാം നമുക്കിതിന് വരും. അപ്പം അത് ഏതൊരു വർക്ക്ഷോപ്പിലാണെങ്കിലും അവർ പണിയുന്നതിൻ്റെ പൈസ അവർ മേടിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള കേസേ ഉള്ളൂ. ഇത് ബൂട്ട്മോ ആപ്പിൽ നിന്നും നമ്മളിത് ഇത് ഓർഡർ ചെയ്ത് വരുത്തുക. എന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിലാണെങ്കിൽ പോയാലും നമുക്ക് ആ റേറ്റിന് തന്നെ കിട്ടുമോ അറിയത്തില്ല, എന്നാലും ഇച്ചിരി റേറ്റ് ആണെങ്കിൽ പോലും അതും നമ്മളേക്ക് മേടിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, നിങ്ങളാണെങ്കിൽ ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ കോലം ഇങ്ങനെയാണ് ഇത് സത്യം പറഞ്ഞാൽ ഈ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. പക്ഷേ ഇത് ഈ ഒരു കണ്ടോ, ഇതിൽ ഇച്ചിരി കൂടെ വൈറ്റ് കളർ ഇരിക്കേണ്ട നല്ല ക്ലീൻ പീസ് സാധനമാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ കോലം കണ്ടില്ലേ, ഇങ്ങനെ വരുമ്പോൾ ഏത് വണ്ടിയാണെന്ന് പറഞ്ഞാലും ഏതൊരു വാഹനത്തിൻ്റെ ആണെന്ന് പറഞ്ഞാലും വലിവ് കുറവും, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ മെയിൻ കാരണം നമ്മുടെ ഈ എയർ ഫിൽറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് മെയിനായിട്ട് കറക്റ്റ് പീരിയോഡിക് സർവീസിൽ തന്നെ അത് നിങ്ങൾ മാറ്റാൻ നോക്കുക. ഇപ്പം നമുക്ക് ഈ എയർ ഫിൽറ്റർ ഇന്ന് പോയി നമുക്കിത് മേടിച്ചത് മൊത്തം ചേഞ്ച് ചെയ്യണം. ഇതിപ്പോൾ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. അതായത് എയർ ഫിൽറ്റർ ഫുള്ളും പോയി ഗൈസ്. ഇനിയിപ്പം നമുക്കത്
പിന്നെ ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കണ്ടേ, ജസ്റ്റ് എങ്ങനെ എടുക്കുക, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വരും. അതിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പോർഷനിൽ തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ ഈ ആ ഒരു സാധനം കറക്റ്റ് സൂട്ടാവുന്ന രീതിയിൽ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി ഇതിൻ്റെ അകത്തോട്ട് കറക്റ്റ് കയറ്റി ഇങ്ങനെ അങ്ങ് സൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അടപ്പ്, ഇതിൻ്റെ ഈ മണ്ടയത്തെ ഈ ക്യാപ്പ് എടുത്ത് നമ്മൾ ഇവിടെ ആയിട്ടൊരു 3 ഇതുണ്ട്, 3 ഇത് ഒരു ഹോൾഡർ കാണും. അതിൻ്റെ അവിടെ ഈ 3 എണ്ണം കറക്റ്റ് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കറക്റ്റ് പ്ലേസ് കയറ്റിയിട്ട് നമ്മൾ തിരിച്ച് നട്ടിട്ട് മുറുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു എയർ ഫിൽറ്ററിൻ്റെ ക്യാബും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു, നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇത് സിമ്പിൾ കേസാണ് ഗൈസ്. നമുക്ക് അതേ ടൂള് വേണമെന്നില്ല. ഇച്ചിരി വീതിയുള്ള നമ്മുടെ മൈനസിൻ്റെ ഇച്ചിരി വലിപ്പമുള്ള ഒരു മൈനസിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവറും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അയച്ച് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എയർ ഫിൽറ്റർ മാറ്റാവുന്ന ഒരു കേസേ ഉള്ളൂ. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവർ കുറേ പേരുണ്ട്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഓർന്ന് വിട്ടത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. നേരെ നമ്മൾ അടുത്ത വീഡിയോ കാണാം.